നമസ്കാരം സുഹൃത്തുക്കളെ, ഗെയിം ഓൺ വിത്ത് റാഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. ഹുലിൻ ആൽവാരസിനെ പരമാവധി അപമാനിച്ച് വിട്ടിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇന്നിപ്പോൾ വിയ്യാറയലുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മത്സരത്തിനായിട്ട് ഹുലിൻ ആൽവാരസ് ഗ്രൗണ്ടിലേക്ക് എത്തി. അദ്ദേഹം വാമപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ കൂവലാണ്. പിന്നെ നോക്കൂ, നിങ്ങൾ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, കേൾക്കാം. ആ കൂവലുകൾ കൃത്യമായിട്ട് കേൾക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ പേര് ആ ബിഗ് സ്ക്രീനിൽ അനൗൺസ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് കൂവുകയാണ്. അത് ഒന്ന് രണ്ടാളൊന്നുമല്ല, ആ മെട്രോപൊളിറ്റനോയിൽ നിറഞ്ഞു നിന്ന അത്ലറ്റിക്കോ ആരാധകർ മുഴുവൻ കൂവുകയാണ്. അദ്ദേഹം വളരെ നിരാശനായിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കി ഇരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. വല്ലാത്ത എന്താ പറയുക, ഹൃദയം തകരുന്ന ഒരു കാഴ്ചയാണത്. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണത്. സ്വന്തം താരത്തെ അവർ കൂവി വിളിക്കുന്നു. ഇനി അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല കേട്ടാ. ഇത് ഒരു തുടക്കം മാത്രം. കളി ആദ്യ പകുതി പിന്നിടുമ്പോൾ ഗോൾ രഹിതം. പിന്നെ രണ്ടാം പകുതിയിലേക്ക് പോകുന്നു. രണ്ടാം പകുതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകളൊക്കെ വരുന്നു. 2-1 അത്ലറ്റിക്കോ പുറകെ പോകുന്നു. അത്ലറ്റിക്കോക്ക് ഓൾറെഡി റെഡ് കാർഡൊക്കെ കിട്ടുന്നു. പിന്നെ 2-2 ആകുന്നു. അങ്ങനെയാണ് കളി അവസാനിച്ചത്. ഓക്കെ, ഇതിലൊരു 60 മിനിറ്റിന് ശേഷം ഹൂലിയനെ കളിക്കളത്തിലേക്ക് വിടുന്നുണ്ട് കോച്ച്. അതിന് മുമ്പ് ആൾ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമിയോണി പറഞ്ഞപ്പോഴും കൂവലാണ്. കഴിഞ്ഞില്ല. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ദൃശ്യങ്ങൾ നോക്കുക നിങ്ങൾ. അദ്ദേഹം അവർക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുകയാണ്, അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി. എന്നിട്ടാണ് അവിടെ കൂടിയിട്ടുള്ള അത്ലറ്റിക്കോ ആരാധകർ മുഴുവൻ കൂവി വിളിക്കുന്ന ഒരു ദൃശ്യം. വല്ലാത്തൊരവസ്ഥയാണ്. ഒരു മനുഷ്യന് നേരെ 10,000 ആളുകൾ അവരുടെ ഹെയ്റ്റ് അങ്ങ് ചുരിയുകയാണ്. എന്തിന്? താരം ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്, വേറൊന്നുമല്ല. പിന്നെ കളി പുരോഗമിച്ചു. കളി പുരോഗമിക്കുമ്പോൾ ബോൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ കൂവലാണ്. ശരി, അതൊക്കെ നമ്മൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. കളി കഴിഞ്ഞിട്ട് ഹുലിൻ ആൽവാരസ് കുറച്ച് നേരം അവിടെ പിച്ചിൽ നിന്നു. ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. പക്ഷേ ആരാധകർ കൂവുകയാണെന്ന് കണ്ടപ്പം അദ്ദേഹം കയറിപ്പോയി. ബാക്കി താരങ്ങൾ ആരാധകരെ അഭിവാദ്യം ചെയ്യാനൊക്കെ പോയി. ബാക്കിയുള്ളവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അപമാനിച്ചു വിട്ടു. അദ്ദേഹം കയറി പോവുകയും ചെയ്തു. ചാൻറ്റുകൾ ഉണ്ടായിരുന്നു. ചാൻറ്റുകൾ എന്താണ്? എഫ് വേർഡ് ചേർത്തുകൊണ്ട് അവനോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ, അവനെ ഞങ്ങളെ ക്ലബ്ബ് വേണ്ട എന്ന രൂപത്തിലുള്ള ചാൻറ്റുകളാണ്. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു താരം പിന്നെ അവിടെ തുടരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇങ്ങനെ മാനസികമായിട്ട് ഫാൻസിനോട് ഇങ്ങനെ അകന്ന് നിൽക്കുന്ന ഒരു താരത്തെ എന്തിനാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്? കഴിഞ്ഞ കളിക്ക് ഏതായാലും ഹുലിൻ ആൽവാരസിനെ സിമിയോണി ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഈ കളിക്കും സിമിയോണിക്ക് ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ. പക്ഷേ ഗിൽമാരിൻ അല്ലെങ്കിൽ അവരുടെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൈറാർക്കിയിൽ നിന്ന് ഓർഡറാണ്, നിർബന്ധമായും ടീമിലെടുക്കണം, കളിപ്പിക്കണം. അങ്ങനെ ആരാധകരുടെ മുന്നിൽ അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യിക്കുക, നാണം കെടുത്തുക, മെൻ്റലി ഹേർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളെന്ന് ചില അർജൻറ്റീൻ സോഴ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ചെയ്ത് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അവർക്ക് വേണ്ടെങ്കിൽ വിറ്റ് കളയുന്നത്. ആരാധകരെ കൊണ്ട് കൂവിച്ചുകൊണ്ട് ഒരാളവിടെ നിർത്തിയിട്ട് എന്തു ഗുണമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിപ്പോൾ ആരെ ഹേർട്ട് ചെയ്യാനാണ്? അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യാനാണോ? ബാഴ്സയെ ഹേർട്ട് ചെയ്യാനാണോ? എന്താണെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വയം ഹേർട്ട് ആവുകയാണ്. അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറെ ബെഞ്ചിലിരുത്തുന്നു. ഏറ്റവും ബെസ്റ്റ് പ്ലെയറെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കിയിട്ട് കൂവിപ്പിക്കുന്നു. അയാളെ മെൻ്റലി തകർക്കുന്നു. ഇതുകൊണ്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. ഇനിയിപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ, ശരിയാവണമെങ്കിൽ ഇനി കുറേ നാളുകൾ എടുക്കും അദ്ദേഹം അവിടെ തുടരുകയാണെങ്കിൽ. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോകണം. അപ്പോൾ ഇതിനൊരു ഫൈനൽ സൊല്യൂഷൻ വരും ദിവസങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ സംഗതിയാകെ വഷളായി പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇങ്ങനെ വീഡിയോകളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഗെയിം ഓൺ വിത്ത് റാഫിൽ വീണ്ടും കാണാം.